ആരും ഇല്ലേ ഇവിടെ? ആരെ ഈ സമയത്ത്? ആരാ? ഞാനൊരിത്തിരി ദൂരേന്ന് വരിക. നമ്മുടെ ലോട്ടറി ഏജന്റ് കബീറിന്റെ വീട് ഏതാ? ആരാ മോളെ? ലോട്ടറി ഏജന്റ് കബീറിന്റെ വീട് തിരക്കിയ ഒരാള്. ആ, നിങ്ങളുടെ വീടായത്? അത് കൊള്ളാം. എന്നിട്ട് എന്നെ അറിയില്ല? കണ്ടിട്ടുണ്ട്. കബീറിന്റെ വീട് ഇവിടെ അടുത്തല്ലല്ലോ, ആറ്റോ ചെക്ക് പോസ്റ്റിന്റെ പിന്നിലാ. എന്നിട്ട് ആരോ പറഞ്ഞു ഇവിടെയാണെന്ന്. മോളെ, ഒരു ഗ്ലാസ് വെള്ളം തരൂ. മോളെ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക. ഇരിക്കേ. ഇരിക്കണില്ല, അവനെ കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. മോളാ? ആ, ഒറ്റ മോളേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ? അതെ. അപ്പൊ ചേട്ടന്റെ ഭാര്യയോ? അവള് മരിച്ചുപോയി. എങ്ങനെ? ആ കാര്യമൊക്കെ പറയാണ്ടിരിക്കപ്പോ ഇത് ഗുജറാത്തില് കലാപുണ്ടായിരുന്നു. ഒരു കൂട്ടര് കത്തിയും കട്ടാരായിട്ട് വന്ന് വീണ് തീ വെച്ചു. അവളാ തീപ്പെട്ടു. എന്റെ കയ്യുണ്ട്. കഷ്ടം. ഈ മനുഷ്യന്മാർക്ക് എന്താ സ്നേഹിച്ച് ജീവിക്കാണ്ട് വെട്ടും കുത്തും തീവെപ്പും. അല്ല, ഇവിടെ എങ്ങനെ ഒന്ന് വിട്ടു? ആ, അത് പിന്നെ മോളുടെ അമ്മ അവിടുത്തെ കാര്യം ഞങ്ങള് സ്നേഹിച്ചു കൂടിയാ. അവിടെ ഞങ്ങക്ക് ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. അവള് കത്തിക്കരിഞ്ഞ് നാട്ടിൽ ജീവിക്കണ്ടെന്ന് തോന്നി വിട്ടു. ഒരു ലോറിക്കാരനാ നാട്ടിലെത്തിച്ച. ഇവിടെയാ നാട്? നാട് ഗുരുവായൂരാ. ചെറുപ്പത്തിലേ നാട് വിട്ടതാ. 10-25 വർഷമായി. തിരിച്ചു വന്നത് ആർക്കും ഇഷ്ടായില്ല. വെള്ളം അങ്ങനെ വളയാറ് ഒന്ന്. അച്ഛൻ എന്തിനാ ഈ പഴമുരാണം പറഞ്ഞോണ്ടിരിക്കണം? അങ്ങേർക്ക് പോണ്ടല്ലേ? സാരമില്ലെന്നേ. ഞങ്ങക്ക് സാരമുണ്ട്. അച്ഛന് സുഖമില്ലാണ്ടിരിക്കുക. മോളും മിടിക്കാട്ടാ, മിടുമിടുക്കി. എന്താ പേര്? നിങ്ങൾ കബീറിനെ അന്വേഷിച്ചു വന്നാണോ അതോ എന്റെ പേരെന്നാണോ അറിയാൻ വന്നാണോ? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് പരിചയപ്പെടുന്നേ. രാത്രിയാണോ പരിചയപ്പെടാൻ വരണേ? നിങ്ങൾ പോണം. അതെ, ലോറിപ്പേട്ട കിടന്ന് ചിരിച്ചു കളിക്കുമ്പോ ഓർക്കണം. എന്താ സുധാകര, നിന്റെ വീട് ഇവിടെയാ? ഇതും എന്റെ ഒരു വീടാ. അല്ല, ഗിരി എന്താ ഇവിടെ? അത് നിന്നോട് പറയണം. വെറുതെ കയറി ഒട്ടണ്ട, ശരീരം ചീത്തയാവും. വിടറാ, വിടറാ, ശരീരത്തിൽ നിന്നോടാ. ഇവനോട് താരാ? നിന്റെ അച്ഛൻ, നിന്റെ തന്ത. ഓടാ നായിന്റെ മോനെ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. എന്തോ വല്ല ബന്ധുലോർത്തല്ല പെട്ടാണ്. ഇതെന്ത് പറ്റിയതാ പീതാംബര? ഇന്നലെ ഗിരിയേട്ടൻ ഒരാളെ ഉടക്കി. അവര് വണ്ടിയിലെ ഗ്ലാസും തല്ലി പൊട്ടിച്ചു. ഗിരിയേട്ടനെ തല്ലി തവിട് കൂടിയാക്കി. അവനോടുണ്ട്, അകത്തുണ്ട്. മോങ്ങാതെ പറയടാ പട്ടി. ആറാ നിന്റെ ദേഹത്തോട്ട്? ആറാ നമ്മുടെ വണ്ടി തൊട്ട്? വാളയാറിലെ സുധാകര. നീയാണോ സുധാകരൻ? എന്റെ കൂടപ്പുറപ്പിനെ കൈവച്ച നീയാണോ? ഞാനാ. അസമയത്ത് എന്റെ പെണ്ണിന്റെ വീട്ടിൽ കയറിയ കൈവയ്ക്കല്ല, കൊല്ലും. നിന്റെ പെണ്ണോ? നീ കെട്ടിയ പെണ്ണൊന്നും അല്ലല്ലോ. ഞാൻ അവളുടെ വീട്ടിൽ കയറും, വേണ്ടി വന്ന അവളെ അവിടുന്ന് പൊക്കും. നീ എന്ത് ചെയ്യും? നീ ആണാണെങ്കി അവളെ ഒന്ന് തൊടും. ദേ, അവിടെയുണ്ട് അവള്. വേഗം വീട്ടിൽ പോകും. വാ, ചാരോട്ടം കൊണ്ടാക്കാം.
ഞാൻ ആണാണെന്ന് അറിയണമെങ്കിൽ നീ വാ. എന്താ അപ്പോഴെനിക്കറിയാം ഇത് വലിയ പുലിവാലാവൂന്ന്. നിങ്ങൾ സമാധാനിക്കരായിട്ടാ. മറ്റവനെ പോലെ അല്ല ഇവൻ. ഈ ചന്ദ്രനെ ഇവൻ ആൾ ഇത്തിരി മര്യാദ ഉള്ളവനാ. അതുകൊണ്ട് എന്താ കാര്യം? സുധാകരൻ ഇനി വെറുതെ എനിക്ക് തോന്നുന്നു. ആ ദേ വന്നു. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ചന്ദ്ര, രാജേട്ടനും മോളും മഹാപാവങ്ങളാ. നീയായിട്ടൊരു പെണ്ണിന് മാനക്കേട് ഉണ്ടാക്കരുത്. പറഞ്ഞ വാശിപ്പുറത്താണ് ഞാൻ ഈ കുട്ടിയുടെ കൈ പിടിക്കാൻ നോക്കിയത്. അതിന് എന്നോട് ക്ഷമിച്ചേക്ക്. നിങ്ങൾ വാശിയും വൈരാഗ്യമൊക്കെ തീർത്തു പോവും. പിന്നെ ഞാൻ എന്റെ മോൾ അനുഭവിക്കണം. അറിയോ? അതിന് ഞാൻ ഇടവരത്തില്ല. നിങ്ങളുടെ അവസ്ഥയോടെ ആളുകൾ പറഞ്ഞു കേട്ടു. നിങ്ങളുടെ മോളെ എനിക്ക് തരാൻ വിരോധമുണ്ടോ? എന്താ വിരോധമുണ്ടോ? ഇതും വാശിപ്പുറത്താണോ അല്ലെങ്കിൽ സഹതാപം? രണ്ടുമല്ല, എനിക്കിഷ്ടമായതുകൊണ്ട്. എന്റെ കാര്യങ്ങള് രാഘവനറിയാം. രാജേട്ടൻ നിങ്ങളുടെ ഭാഗ്യ, സംശയിക്കേ വേണ്ട. സുധാകരൻ സമ്മതിക്കില്ല. ഒരു 25,000 രൂപയ്ക്ക് അവൻ ഞാൻ കടക്കാരനാ. 25,000-ന് പകരം 50,000 കൊടുക്കാവന്. ഇതും വാശിപ്പുറത്ത് പറയണമല്ല. എന്നെ വിശ്വാസമാണെങ്കിൽ ഞാൻ വിളിച്ചാൽ വരുമെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോ ഈ നിമിഷം. ചന്ദ്ര, അമ്മായി അവരിങ്ങനെ പുറത്തെടുത്താതെ ഈ വിളക്കിലൊരു തിരിട്ട് കൈ പിടിച്ചകത്തേക്ക് ഏറ്റേ. ബാക്കി ആരൊക്കെ പിന്നെ. ജാതിയോ മതോ കുടുംബം ഒന്നും ഞാൻ നോക്കണില്ല. സന്തോഷത്തോടെ സ്വീകരിച്ചേനെ. പക്ഷെ ഇതേതോ തെരുവീന്നോ? ആരമ്മയോട് പറഞ്ഞേ? പിന്നെ എവിടുന്നാടാ? ലോറി പേട്ടെന്നോ അല്ലെങ്കിൽ വല്ല വ്യഭിചാരശാലെന്നോ? തെണ്ടിത്തരം പറയരുത്. അല്ലെങ്കിൽ പറയടാ, പിന്നെ എവിടുന്നാ? വാളയാർ ഞാനറിയാത്ത സ്ഥലമൊന്നല്ല. ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് അവിടെ. കഥകളൊക്കെ എനിക്കറിയാം. നീ ഇനി കഥ ഉണ്ടാക്കണ്ട. കഥ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. വേണമെങ്കിൽ നിന്റെ ഭാര്യനെ കുറിച്ച് ഒരു 100 കഥ ഞാൻ ഉണ്ടാക്കി തരാം. കാണോ? അടിച്ചതിന് പല്ലിയത് പ്രേമ മോനെ പേടിപ്പിക്കല്ലേ. ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട. വണ്ടി പണി ചെയ്യണ ഇട്ടിച്ചെന്നെ മൂക്കാൻ വേണ്ടടാ. ഇറങ്ങടാ പുറത്ത്. എന്റെ വീട്ടിൽ വേണ്ട. പിന്നെ നിന്റെ വീടാണെന്നും പറയണ്ട. ചന്ദ്രേട്ടൻ ചോര നീരാക്കിണ്ടാക്കിയ വീടാ. അത് ഓർത്തോ. അമ്മ എന്താ തീരുമാനിച്ചേക്കണേ? എന്തൊക്കെയായാലും അവൻ കെട്ടിയ പെണ്ണല്ലേ, സ്വീകരിക്കേണ്ടി പറ്റൂ. സ്വീകരിച്ചോ. പക്ഷെ ആ നിമിഷം ഞാൻ രാജീവ് ഇവിടുന്ന് ഇറങ്ങും. സുധ അങ്ങോട്ട് വരാൻ പോണില്ല. സമൂഹത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു നിലയും വിലയുണ്ട്. അതമ്മ മറക്കണ്ട. വാ പോവാം. പോവേ? ആ പോവാന്ന് തന്നെ പറഞ്ഞേ. എന്തേ? എന്റെ വീട് ചെറുതാ. അവിടെ വന്ന് താമസിക്കാൻ വരുന്നുണ്ടോ? നീ ചൂടാവേണ്ട കാര്യം പറ. കാര്യം വേറൊന്നുമല്ല. ഏട്ടൻ കല്യാണം കഴിച്ചല്ലോ, ഞങ്ങളൊന്നും അറിയിക്കാതിരുന്നല്ലോ, ഒന്നും ഞങ്ങൾക്ക് വിഷമില്ല. അത് ഏട്ടന്റെ ഇഷ്ടം. ഇവിടെ അമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, പിന്നെ സുധയും ഭർത്താവും വരും, അവരുടെ ബന്ധുക്കൾ വരും, സരോജിനി എടുത്തി വരും. അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാവും. അവർക്കൊക്കെ എങ്ങനെയാണ് ഞങ്ങളൊരു ബുദ്ധിമുട്ട്? അത് ഏട്ടൻ അറിയാലോ. ഇവരുടെ മുന്നിൽ വെച്ച് പച്ചയായിട്ട് പറയിക്കണോ? എനിക്കറിയില്ല. തെരുവിന്ന് ഒരു തേവിടി പൂജയായി കെട്ടിക്കൊണ്ടുവന്ന മാനക്കേടുണ്ടാവില്ല സാർമാർക്ക്. വായത്തിന് മൂത്താണെങ്കിലും നിന്നെ ഞാൻ വിളിക്കട്ടോ പട്ടി. ഒരു അക്ഷരം വേണ്ടി അടിച്ചിന്റെ പല്ല് ഞാൻ തറപ്പിക്കും. പോടാ, പുറത്തേക്ക് പോ. ഞങ്ങളാരും പറയണതല്ല, നാട്ടുകാർ പറയണതാ. പറഞ്ഞോട്ടെ. ഇവള് പട്ടിയോ പൂച്ചയോ ആരോ ആയിക്കോട്ടെ, എന്റെ പെണ്ണ, നിന്റെ ഏട്ടത്തിയ. രാജിയെ പോലെ ഇവക്കും ഇല്ലടാ ഇവിടെ ഒരു സ്ഥാനം. ഞാൻ പറയുമ്പോ ഏട്ടന് വിഷമം തോന്നരുത്. എനിക്ക് ഈ നാട്ടിൽ ഇപ്പൊ ഒരു നിലയും വിലയുണ്ട്. ഇത്രയും നാള് ഏട്ടനെ കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് കേട്ടില്ല എന്നടിച്ചു. അതുപോലെ അല്ല ഇത്. ഞങ്ങൾക്ക് ഇവിടെ തലപൊക്കി നടക്കണം. ശരിയാ മോനെ, ഏട്ടനൊന്നും ആലോചിച്ചില്ല. നിങ്ങൾക്ക് വളർന്നു, പഠിപ്പുണ്ട്, പദവിയുണ്ട്. ഏട്ടനൊന്നും ആലോചിച്ചില്ല. എന്നെ തിരിച്ചുകൊണ്ട് വിട്ടാ മതി. എങ്ങോട്ട്? ഞാൻ പോയിക്കോളാം. തിരിച്ചുകൊണ്ട് വിടാനല്ല നിന്നെ വിളിച്ചോണ്ട് വന്ന്. ഈ ലോകം വീണ് നിർത്തോട്ടെ. ഞാനുണ്ട് നിനക്ക്. അമ്മ
അമ്മയ്ക്ക് മാനക്കേട് കാണും. അമ്മ ഇതെന്ത് തീരുമാനിച്ചിട്ടാ? അമ്മേ, ഈ നിമിഷം ഞങ്ങൾ ഇവിടെ ഇറങ്ങും. സുധേ പിന്നെ ഇങ്ങോട്ട് വരുന്നത് വിചാരിക്കണ്ട. ആരും വേണ്ട, എനിക്കെന്റെ മോൻ മാത്രം മതി. മോളെ, വേണ്ടമ്മേ, അമ്മയുടെ മനസ്സ് മാത്രം മതി ഞങ്ങൾക്ക്. അമ്മയാ പറയണത്. മോളിത് പിടിക്ക, എന്നിട്ട് വലതുകാലം വെച്ച് കയറുക. അനുസരണക്കേടാന്ന് വിചാരിക്കരുത്. അമ്മയില്ലാത്ത കുട്ടിയാ ഞാൻ. ഇപ്പോ എനിക്ക് അമ്മയുണ്ട്. അമ്മേന്റെ മോളെന്ന് വിളിച്ചില്ലേ, അത് മതി എനിക്ക്. എവിടെയാണെങ്കിലും ഞങ്ങൾ അമ്മയുടെ കൂടെയുണ്ട്. ഇവിടെ വീട്ടിൽ കയറിയ അമ്മയുടെ 3 മക്കളും അമ്മ വിട്ടു പോവും. അത് പാടില്ല. എല്ലാവരും ഉണ്ടാവണം അമ്മയ്ക്ക്. എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. അമ്മ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മതി. നന്നായി വരും, എന്റെ മക്കളെ നന്നായി വരും. മതി, സന്തോഷമേ. ഇനി ഞങ്ങൾ പോട്ടെ. ഈ അമ്മ എത്ര ഭാഗ്യം കെട്ടവളായി പോയല്ലോ. പോട്ടടാ. നിങ്ങൾ ആരും ഒരു വേദനയോ വിഷമോ അപമാനോ ഒന്നും സഹിക്കരുന്ന് കരുതിയാ ഏട്ടനീ പെടാപ്പാടെല്ലാം പെട്ടത്. അതിനാ ഈ ചീട്ടുകളിക്കാരനും തെമ്മാടിയായിട്ടൊക്കെ ജീവിച്ചത്. 10 പേര് കത്തിയും കടാരായിട്ട് വന്നാ ഏട്ടൻ ഒറ്റയ്ക്ക് നിൽക്കും, പതറില്ല. പക്ഷേ നിന്റെ വാക്കുകളുടെ മുന്നിൽ ഏട്ടൻ തോറ്റുപോയി. കരിവേപ്പില, ചന്ദ്രഹാസം വെറും കരിവേപ്പില. സാരല്ല, തീയില് മുളച്ചത് വെയിലത്ത് പാടില്ല. വിഷമിക്കൊന്നും വേണ്ട, സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. വീടില്ലെങ്കിൽ വേണ്ട, നമുക്ക് ആപ്പീസ് ഉണ്ട്, അവിടെ താമസിക്കാം. അല്ലെങ്കിൽ ഹോട്ടലിൽ താമസിക്കാം. എന്താ എന്താ ഒന്നും മിണ്ടാത്ത? സന്തോഷം കൊണ്ടാ. ആ, സന്തോഷമായിരിക്കണം. ഇന്നെനിക്ക് സന്തോഷത്തിന്റെ ദിവസമല്ലേ. കേട്ടതും അനുഭവിച്ചൊക്കെ സന്തോഷം. ഈ കാണുന്ന അതിനേക്കാൾ സന്തോഷം. നടക്കട്ടെ. ഞാൻ കുടിക്കണോണ്ടാ, മനസ്സിന്റെ വിഷമം കൊണ്ടാ. മനസ്സിന് സന്തോഷം വന്നാലോ അപ്പോഴും കുടിക്കും. നിങ്ങക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കുടിക്കണം. ഇതല്ല വേറെ എന്തൊക്കെയുണ്ട് കൂടെ? വേറെ കൊല ചതിയാണോ നീ ചെയ്തേ? കൊല ചതി. ഇങ്ങനെയാണോ നിന്റെ കല്യാണം നടത്തണേ? എടാ, അത് പറ്റിപ്പോയി. പറ്റിപ്പോയി. പാവം, നല്ല തങ്കക്കുടം പോലെ ഇരിക്കണ പെണ്ണിന് ഒരു തരി സ്വർണം പോലും ഇല്ലാതെ. ഞാൻ അങ്ങനൊന്നും ആലോചിച്ചല്ലോ പോയത്. എടാ, എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എവിടെ സ്വർണത്തിൽ കുളിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നല്ലോടാ ഞാൻ. സാരമില്ല, ഇപ്പൊ ഒരു കട ഞാൻ തുറപ്പിച്ച് വാങ്ങിയതാ. ഇത് നല്ല ഭംഗിയുണ്ടാവും. വാങ്ങിക്കോ. കലവില്ലാന്ന് ചിലച്ചിരുന്ന നാക്കൊക്കെ എവിടെ പോയി? നീ തന്നെ ഇട്ട് കൊടുക്ക്. എന്നിട്ട് കള്ളം കുടിച്ചിരിക്കാതെ കാര്യങ്ങൾ നോക്ക്. ഇന്ന് ആദ്യ രാത്രിയാ. കലക്ക്. സന്തോഷായടാ, ഭയങ്കര സന്തോഷായി. ഗിരിയേട്ടൻ പോട്ടെ മോളെ. ഗിരിയേട്ടൻ സ്വർഗത്തിലെ കട്ടറുമ്പോ അവളില്ല. അടിച്ചു പൊളിക്ക്, പൊളിക്കടാ. എന്റെ കൂട്ടുകാരനാ. കൂട്ടുകാരനല്ല, കൂടപ്പുറപ്പാ. എന്നെ ജീവനാ. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ആളിത്തിരി രസികനാ. എന്നാ ഇതിട്ടോ. എനിക്ക് സ്വർണത്തോടത്ര ഭ്രമമില്ല. എന്നാലൊരു മാലയെങ്കിലും വേണമല്ലോ. ഞാനത് മറന്നു. ഇത് മാത്രല്ല, പലതും മറന്നു. വിളിച്ചപ്പോ കൂടെ ഇറങ്ങി വന്നത് നിങ്ങളൊരു നല്ല ആളാണെന്ന് എനിക്ക് തോന്നിയിട്ട. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയുണ്ട്. എന്തിന്? എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു ലോറിക്കാരന്റെ കൈ ചെന്ന് പെടും. എന്റെ ജീവിതം എനിക്ക് പേടിയുണ്ടായിരുന്നു.
ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടിരിക്കുകയാണെന്ന്. ഇന്ദ്ര എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നിന്നെ കണ്ട അന്ന് നീ എന്റെ മനസ്സിൽ കയറി. ശരിക്കും നിന്നെ ഒരു ആലോചനയായിട്ട് വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാ വിചാരിച്ചത്. നടന്നെങ്ങനെ? നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. എല്ലാ പെണ്ണിന്റെ മനസ്സിലും കല്യാണത്തെക്കുറിച്ചും കെട്ടുന്ന പുരുഷനെ കുറിച്ചും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാം. എന്തൊക്കെയാ മനസ്സിൽ? പറ. എന്നെ സ്നേഹിക്കണം, മനസ്സിലാക്കണം. എനിക്കൊരു കൊച്ചു വീട് വേണം. പിന്നെ കഴുത്തിലൊരു താലി, സിന്ദൂരം വേണം. അതെന്റെ നിറയിൽ